പെണ്ണേ നെഞ്ചിൽ നീയഴിയും ചെന്താരിതൾ നിൻമുഖമായി മെല്ലെ കൊല്ലും Hello everyone, hope you all are doing good and great. അപ്പം ഇതൊരു പനിയുള്ള ദിവസമായിരുന്നു. പനിയുള്ള അന്ന് എടുത്ത വ്ളോഗായിരുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ പുറത്തിറങ്ങിയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ പുറത്ത് മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് കാണാൻ വേണ്ടിയിട്ട്. കുറേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഉമ്മ ചീത്ത പറയും മഴയത്ത് പുറത്തിറങ്ങിയാൽ കുടമൊന്നും ഇല്ലാണ്ട് പനിയുള്ളിടത്ത് പിന്നെ ഇഞ്ചി മഴയത്ത് ഇറങ്ങിയിട്ട് പനി കൂട്ടാൻ നിൽക്കണം എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം മഴേൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹാജറാത്താൻ്റെ വീട് മഴ പെയ്യുമ്പോൾ പ്രത്യേക രസമാണ് കാണാൻ ആ വീടൊക്കെ. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അകത്ത് കയറി. ഇന്ന് ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്നിട്ട് നേരെ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോയി രാവിലത്തെ. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് ഈവൻ സ്കിൻ ടോണിനും സ്കിന്നിന് ഗ്ലോ തരാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറോ ആണ്. കുറേ പേര് ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നമായിരിക്കും ഈ ഡാർക്ക് സ്പോട്ട് ഫേസ് നിന്ന് പോവാത്തത്. അത് വരാൻ ആക്നി സ്കാർസ് അതേപോലെ തന്നെ നല്ലോണം സണ്ണിൽ നമ്മളെ ഫേസ് പോകുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച് കാരണമൊക്കെ നമുക്ക് ഈ ഒരു സാധനം വരാം. പക്ഷെ അത് വന്നാൽ പിന്നെ പോവാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതാണ് ഹിമാലയൻ്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം വിത്ത് 100% ഓഫ് ഓർഗാനിക്കലി സോഴ്സ് ടർമറിക്, 10% ഓഫ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് 2% ഓഫ് നയാസിനമൈഡ്. ദിസ് ഈസ് യുവർ സ്കിൻസ് ബെസ്റ്റ് ഫ്രണ്ട് ടു നാച്ചുറലി റിമൂവ് യുവർ ഡാർക്ക് സ്പോട്ട് വിത്ത് ഹിമാലയ സ്വരാസ ടർമറിക്. അപ്പോൾ ഈ സിറം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മളെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആവും. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. സിറം യൂസ് ചെയ്താൽ നല്ല ക്ലിയർ ആൻഡ് റേഡിയൻറ്റ് സ്കിന്ന് നമുക്ക് കിട്ടും. കുറേ പേർക്ക് ഈ സിറം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഡാർക്ക് സ്പോട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിറം എന്തായാലും യൂസ് ചെയ്തോ. കാരണം നമ്മുടെ ഫേസിൽ പണ്ടെന്നോ വന്ന് പിമ്പിൾസിൻ്റെ പാടൊക്കെ ആയിരിക്കും നമ്മുടെ ഫേസിൽ ഇങ്ങനെ കിടക്കുക. പക്ഷെ അതുണ്ടാകുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആണ് ഇതെന്താ ഇങ്ങനെ ഒരു ബ്ലാക്ക് പാട് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിറം ഈസ് മെയ്ഡ് വിത്ത് സ്വരാസ കോൾഡ് പ്രസ് എക്സ്ട്രാക്ഷൻ ദാറ്റ് റിട്ടേൺസ് ടർമറിക്സ് ആക്ടിവിറ്റീസ് ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. ഇറ്റ് ഹാസ് ബെസ്റ്റ് ഓഫ് സയൻസ്, ഗ്ലൈക്കോളിക് ആസിഡ് and niacinamide and natural ടർമറിക് എക്സ്ട്രാക്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് ഒരു ദിവസം 2 നേരം രാത്രിയും രാവിലെ നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നല്ലോണം മസാജ് ചെയ്യണം നമ്മുടെ ഈ സിറം ഇട്ടതിന് ശേഷം. പിന്നെ അതേപോലെ തന്നെ മോർണിംഗിൽ എപ്പോഴും സൺസ്ക്രീൻ ഇടണം. നമ്മൾ എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മളത് സൺസ്ക്രീനോട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ വേണം. ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹിമാലയൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിലോ വെബ്സൈറ്റിലോ പോയിട്ട് ഓർഡർ ചെയ്താൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ 30% ഓഫർ നിങ്ങൾക്ക് കിട്ടും. ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഹലോ ഗൈസ്, അപ്പം ഇന്ന് സിംബ ഉണ്ട് നമ്മളെ കൂടെ. സിംബ ഇങ്ങനെ പരക്കം പായാണ്. സിംബ അങ്ങോട്ട് നോക്കേ. സിംബ 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 അങ്ങോട്ട് നോക്കേ. സിംബ ഇങ്ങനെ നോക്കിയാ ഭയങ്കര ജാടയാണ്. ഒത്തും നോക്കൂല. വയസ്സും പ്രായമായി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എല്ലാ അഹങ്കാരവും അടിക്കുന്നുണ്ട്. അപ്പം അവൻ്റെ അവിടെ കണ്ടൊരു മുറി, ആ മുറിയാണ് ഞാൻ പറഞ്ഞത് അവനക്ക് വയ്യാതെ. പക്ഷെ കുറേ മാറിയിട്ടാ, ഇപ്പം കുറച്ചുണ്ട് അല്ലേ സിംബ? ആ നമ്മുടെ ലൈഫ് പ്രേമിച്ച് കളയാനുള്ളതല്ല. ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ ബാക്കിൽ നടന്നിട്ടാണ് എനിക്കിപ്പോൾ മുറിയായത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, പ്രേമിച്ച് നടക്കരുത്, എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കാം. അങ്ങനെ കുറേ നേരം സിംബനെ ഇരുന്ന് വെറുപ്പിച്ച് ഇവന് ഭയങ്കര ഇതാണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വെറുപ്പിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ പോകുമ്പോൾ ഉറങ്ങിയ പോലെ അഭിനയിക്കും. ഞാൻ 2 മിനിറ്റ് മുണ്ടാണ്ടെന്നാൽ എണീറ്റിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ അങ്ങനെ ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ്. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പം നമ്മൾ ഉറങ്ങിയ പോലെ അഭിനയിച്ചാൽ ഞാൻ പിന്നെ വെറുപ്പിക്കൂലല്ലോ. ഞാൻ പിന്നെ തൊടാനും പിടിക്കാനും സംസാരിക്കാനും നിൽക്കില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓനൊരു സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെയാണ് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ. അപ്പോൾ എന്ത് ഞാൻ പിന്നെ സിംബ ഉറങ്ങിയല്ലോ ഇനി പറയണ്ടായിരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ ആ സ്പോട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് മൂപ്പര് നീച്ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഭയങ്കര അവോയ്ഡിങ് ആണ്. എൻ്റെ പോലെ ജാടത്തേണ്ടി വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ മിണ്ടാണ്ടിരുന്നാൽ മതി, 2 മിനിറ്റ് മിണ്ടാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഓൻ എണീറ്റിട്ട് ഓൻ്റെ പണിക്ക് പോകും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഇങ്ങനെ പുറത്തിറങ്ങി മെച്ചി അവിടെ എന്തോ പണിയെടുക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ. ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പെയ്യുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് ഈ മഴ പെയ്യുമ്പം ഈ കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നേരത്തെ ഫസ്റ്റ് കുറേ ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴും ഹാജരാത്താൻ അവിടെ നിന്ന് ഇങ്ങനെ
ഈ പുക വരുമ്പം പുകേൻ്റെ ഇടയിലൂടെ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്ന്. എനിക്ക് പനി ഭയങ്കരമായിട്ട് കൂടിയ ടൈമിൽ എടുത്ത വീഡിയോ ആണിത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഡോക്ടറെ കാണിക്കാൻ പോവാണ് മാറാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു മേക്കപ്പ് ഇടാണ്ട് നേരെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ. അപ്പോൾ കിട്ടി ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയ്യോ ലിപ്സ്റ്റിക്ക് കൂടിപ്പോയല്ലോ, ഹോസ്പിറ്റലിലേക്കല്ലേ പോകണമെന്നുള്ളത്. ഞാനും ഉമ്മച്ചും കൂടിയാണ് പോണത്. ഫസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചെങ്കിലും പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ കാടപ്പടി ഷബീറയിൽ നിന്നുകൊണ്ട് ഡോക്ടറുണ്ട്, അയാളെ കാണിക്കാൻ പോയത്. ഞാനും ഉമ്മച്ചിൻ്റെ കൂടെയാണ് ഞാൻ പോണത്. അങ്ങനെ അതൊരു ക്ലിനിക് പോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്ന്. അപ്പം തന്നെ കുറച്ച് നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എനിക്ക് ഫേസ് ക്ഷീണിക്കാൻ തുടങ്ങും, തുമ്മിയിട്ടൊക്കെ ആകെ ക്ഷീണിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ എനിക്ക് കുറച്ച് ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഡെങ്കിപ്പനിയാണ് ഒന്ന്. കാരണം എനിക്കൊരു പ്രാവശ്യം ഡെങ്കി വന്നതാണ്. പിന്നെ അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണം, എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും പിന്നെ യൂറിൻ ടെസ്റ്റിനും കൊടുത്തു. കാരണം എനിക്ക് നല്ല അടിവയറ് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ബ്ലഡൊക്കെ കൊടുത്ത്. എനിക്ക് ഇഷ്ടമല്ലേ ബ്ലഡ് കൊടുക്കും, എനിക്ക് സൂചിച്ച് പേടിയാണ്. പക്ഷേ ഇരുന്ന് കൊടുക്കും, പക്ഷേ എനിക്ക് നല്ല പേടിയാണ്. ഞാൻ കഴിഞ്ഞ ഡെങ്കി വന്നപ്പോൾ എങ്ങാണ്ടാണ് ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുത്തത്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം കഴിക്കുന്നൊക്കെ ഞാൻ ഛർദ്ദിക്കുക, കഞ്ഞി കുടിച്ചപ്പോൾ അതും ഛർദ്ദിക്കുക. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചി കുറച്ച് നൂൽപുട്ട് വാരി തന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പനി കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി. ബാക്കി കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ചേളാരി പടിക്കൽ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഉമ്മച്ചിയാണ് എനിക്ക് ഞങ്ങളെല്ലാവരും ഉമ്മച്ചിയാണ് ആക്കി തന്നത്. അങ്ങോട്ട് ഉമ്മച്ചിക്കടെ വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഞങ്ങളാക്കി തന്ന്. ഞങ്ങൾ ഇറങ്ങുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴ പെയ്യുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ 7th വരെ പഠിച്ച ഫ്രണ്ടാണ്, ഓൾ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ബാക്കി കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എൻ്റെ പഴയ ഫ്രണ്ട്സ് അല്ല, 7th വരെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4-5 ആളും കൂടെയാണ് പോയത്. ഇതാണ് ഫിദൻ്റെ എൻഗേജ്മെൻറ്റിനായിട്ട് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, ഒന്നാമത് എനിക്ക് വയ്യ. പിന്നെ ഇവർ പറഞ്ഞാൽ വീഡിയോസ് ഒന്നിനും വരില്ല, അങ്ങനത്തെയാണ്. ഇതന്നെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടെടുത്ത വീഡിയോ ഉണ്ടാവും. ഫിദനെയും ഇവരൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിലിങ്ങനെ ഓഡിയോ പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ കൊടുക്കണില്ല, എനിക്ക് തല്ല് കിട്ടും ഞാൻ അതും കൂടെ കൊടുത്താൽ. ഇത് ഷാനിബ. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ എനിക്കധികം കഴിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തൊണ്ടയിലെന്തോ മുള്ളെന്തോ കുടുക്കിയിട്ട് ഞാൻ പിന്നെ എണീറ്റ് പേടി, റിസ്ക് എടുത്തില്ല ഞാൻ. അങ്ങനെ പിന്നെ ഒരു സ്റ്റേജ് മേലൊക്കെ കയറി ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് അതൊക്കെ ആയി. അങ്ങനെ പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചിനെ വിളിച്ച് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മച്ചി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മളെ മീൻസ് അങ്ങനെ 2 ആളെയും ഉമ്മച്ചി പിക്ക് ചെയ്യാൻ വന്ന്. 2 ആളല്ല, ഞങ്ങളെല്ലാവരും ഉമ്മച്ചി പിക്ക് ചെയ്യാൻ വന്നു. കാരണം ഉമ്മച്ചിക്ക് കാടപ്പടിയിൽ ഇരുന്ന് ഫംഗ്ഷൻ, അവിടെ നിന്ന് പിന്നെ ഉമ്മച്ചി നേരെ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഹംദാരുണ്ടായിരുന്നു എൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങി, എന്തൊക്കെയാണ് കൊണ്ടുവന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. എന്തെങ്കിലും കുഞ്ഞു ബോക്സ് ഉണ്ടെങ്കിൽ, ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ തുറന്ന് നോക്കുക, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ അതാണ് കേട്ടോ, ചുണ്ടിൻ്റെ താഴെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഓപ്പൺ ആക്കിയിട്ട് അവനൊന്ന് ഷെയ്ഡ് നോക്കിയതാണ്. അങ്ങനെ ഞാൻ ഓൾറെഡി ഒരു പാക്കേജ് അവിടെ ഓപ്പൺ ആക്കിയിരുന്നു. അപ്പോൾ ഓനും കൂടെ ഉണ്ടായിരുന്നു. ഓൻ്റെ ഭാഗ്യം ഒന്നും കൂടെ എല്ലാം ഓൻ ഓപ്പൺ ആക്കി നോക്കി. നല്ല കോമഡി ആയിരുന്നു. അത് ഉണ്ടാവുമ്പോൾ രസമാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഇതാക്കാൻ വരും. ഞാൻ പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞാലും ഓൻ വരും. അങ്ങനെ പിന്നെ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങി.